നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ആഗസ്റ്റ് മാസം 6-ാം തീയതി വ്യാഴാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ പങ്കുവെക്കുന്നത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ഓഗസ്റ്റ് മാസം 15-ാം തീയതിക്കകം KYC പൂർത്തിയാക്കാത്തവർക്ക് ഗാർഹിക നിരക്കിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത്. ഈ സമയപരിധി നിശ്ചയിച്ചത് നീട്ടി നൽകണമെന്ന് ആവശ്യം. മതിയായ സാവകാശം നൽകാതെയും പ്രായമായവർക്കും സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്തവർക്കും ബദൽ മാർഗങ്ങൾ കാര്യക്ഷമമാക്കാതെയുമാണ് കേന്ദ്രത്തിന്റെ പുതിയ തീരുമാനമെന്നാണ് വിമർശനം. കേരളത്തിൽ പ്രളയ സാഹചര്യം നിൽക്കുമ്പോൾ എല്ലാവർക്കും പറഞ്ഞ സമയത്തിനുള്ളിൽ KYC പൂർത്തിയാക്കാൻ സാധിച്ചെന്ന് വരില്ല. ഇതോടെ ഇവർക്ക് ഗ്യാസ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും. ഉജ്ജൽ യോജന അടക്കമുള്ള ഗ്യാസ് സബ്സിഡി ലഭിക്കുന്ന പദ്ധതികളിലെ ഉപഭോക്താക്കളെ വെട്ടിക്കുറയ്ക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് ഉത്തരവ് എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയരുന്നുണ്ട്. നിലവിൽ KYC പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് സബ്സിഡി ലഭിക്കുന്നത്. കണക്ഷൻ ഉടമ മരിച്ചെങ്കിൽ ഉടമസ്ഥാവകാശം മാറ്റി പ്രക്രിയ പൂർത്തീകരിക്കാൻ സമയം വേണ്ടിവരും. ഇത്തരം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചിട്ടില്ലെന്നും വിമർശനമുണ്ട്. കമ്പനികളുടെ ആപ്ലിക്കേഷനും ആധാർ ഫേസ് RD ആപ്ലിക്കേഷനും ഉപയോഗിച്ച് ഓൺലൈനിലായും ബന്ധപ്പെട്ട ഗ്യാസ് വിതരണ ഏജൻസിയിൽ നേരിട്ടെത്തിയും ഗ്യാസ് വിതരണം ചെയ്യാനെത്തുന്ന ഡെലിവറി ഏജന്റുമാരുടെ പക്കലുള്ള ഉപകരണം ഉപയോഗിച്ചും KYC പൂർത്തിയാക്കാം. പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ്, 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന പേരിൽ 0.25 മുതൽ 0.40% വരെ ഫീസ് ഈടാക്കാൻ വഴിയൊരുക്കുന്ന നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചു. നിർമ്മല സീതാരാമനാണ് പൊതുജനങ്ങളെയും വ്യാപാരികളെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്ന നിർണായകമായിട്ടുള്ള ഒരു പുതിയ ഭേദഗതി ബിൽ സഭയിൽ വെച്ചത്. 2007 പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് സർക്കാരിന് MDR ചുമത്താനുള്ള പൂർണ്ണ അധികാരം കൈവശപ്പെടുത്തുന്നത്. ഇതോടെ 2020 മുതൽ നിലനിന്നിരുന്ന സൗജന്യ UPI റൂപേ ഡെബിറ്റ് കാർഡ് സേവനങ്ങൾ അവസാനിക്കും. ഫോൺ പേ, ഗൂഗിൾ പേ തുടങ്ങിയ ഭീമൻ സ്വകാര്യ കമ്പനികളുടെയും ബാങ്കുകളുടെയും സമ്മർദ്ദത്തിനും ലാഭക്കൊതിക്കും വഴങ്ങിയാണ് സാധാരണക്കാരുടെ ഡിജിറ്റൽ ഇടപാടുകൾക്ക് മേൽ കേന്ദ്രം ഈ ഒരു കനത്ത ഭാരം അടിച്ചേൽപ്പിക്കുന്നത്. ജൂലൈ മാസത്തിൽ മാത്രം രാജ്യത്ത് 29.9 ലക്ഷം കോടി രൂപയുടെ 2360 കോടി UPI ഇടപാടുകളാണ് നടന്നത്. പുതിയ ഭേദഗതി പ്രകാരം 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ഫീസ് നൽകേണ്ടി വരും. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സംസ്ഥാനത്തെ മഴക്കെടുതിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെയും അവധിയാണ്. അതായത് നാളെ 6-ാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം. നാളെയും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവല്ല താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന മറ്റു സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ട്, ഉരുൾപൊട്ടൽ ഭീഷണി, പുഴകളിലെ ജലനിരപ്പ്, റോഡുകളുടെ അവസ്ഥ തുടങ്ങിയ വിവരങ്ങളടക്കം ഈ ഭരണകൂടം പരിശോധിച്ചു വരികയാണ്. തഹസിൽദാർമാർ, വില്ലേജ് ഓഫീസർമാർ തുടങ്ങിയവരിൽ നിന്നും ലഭിക്കുന്ന പ്രാദേശിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള അവധി തീരുമാനങ്ങൾ വരുന്നത്. കാലാവസ്ഥാ പ്രവചനത്തിനൊപ്പം പ്രാദേശിക വിവരങ്ങൾ കൂടി വിലയിരുത്തിയ ശേഷമാണ് അവധി പ്രഖ്യാപിക്കുന്നത്. അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, 3 മരുന്നുകളെ ക്യാൻസറിനോജനിക് പട്ടികയിൽ ഉൾപ്പെടുത്തി ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ഏജൻസി. രക്തസമ്മർദ്ദം, ഫംഗൽ അണുബാധ, അവയവദാന സമയത്ത് നൽകുന്നത് ഉൾപ്പെടെയുള്ള മരുന്നുകളെയാണ് ക്യാൻസറിന് കാരണമാകുന്ന ഗ്രൂപ്പ് 1 പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അപകട സാധ്യതയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് മാത്രമാണെന്നും നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമല്ലാതെ മരുന്ന് നിർത്തരുതെന്നും അന്താരാഷ്ട്ര ക്യാൻസർ ഗവേഷണ ഏജൻസി അറിയിച്ചു. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് നൽകുന്ന ഹൈഡ്രോക്ലോറോത്തിയാസൈസ്, ഫംഗൽ അണുബാധയ്ക്കുള്ള വോറിക്കോണോസോൾ, അവയവം സ്വീകരിച്ചതിന് ശേഷം കഴിക്കേണ്ട ടാക്രോളിമസ് എന്ന ഇമ്മ്യൂണോസപ്രസന്റ് എന്നിവയാണ് കാർസിനോജനിക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ മരുന്നുകളെല്ലാം ജീവന് ഭീഷണിയാകുന്ന ഗുരുതര രോഗങ്ങളുടെ ചികിത്സയുടെ ഭാഗമായതിനാൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ നിർത്തുന്നത് അപകടകരമാണെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.